പ്രേക്ഷകർക്ക് KMAC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. ഇന്നത്തെ വാർത്താവിശേഷങ്ങളിലൂടെ ഇന്ന് നവംബർ 14 ശിശുദിനം. ശിശുദിനത്തിൽ പ്രേക്ഷകർക്കായി കുട്ടികളുടെ ശിശുദിന സന്ദേശവും ഗാനവും കേൾക്കാം. അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഇന്ന് ശിശുദിനമാണല്ലോ. KMICയുടെ എല്ലാ കൂട്ടുകാർക്കും എന്റെ ശിശുദിന ആശംസകൾ. അനാഥ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന മുത്തുനബിയുടെ തിരുവചനം ശിശുദിന സന്ദേശമായി ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കട്ടെ. അസ്സലാമു അലൈക്കും. ഒരു ചെല്ലാം ഇനി വെണ്ണിൽ വിതൊന്നിപ്പാടി ഇശാഹിന്റെ ബഹറായി റസൂലുള്ള പിരിഞ്ഞപ്പോൾ ദത്തിൻ്റെ ശൈവോളെ കരളെ പൊട്ടി വിദേശല്ല ഇനി ഞാൻ ഗൾഫായി. അനാഥ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുതെന്ന പ്രവാചക സന്ദേശം ശിശുദിന സന്ദേശമായി നൽകിയത് പ്രവാചകരുടെ ജന്മനാടായ മക്കയിൽ നിന്നും മുഹമ്മദ് ഷമ്മാസാണ്. ഗാനം ആലപിച്ചത് ഫാത്തിമ ഷെയ്മയാണ്. ഇരുവരും കീഴ്ശ്ശേരി സ്വദേശിയായ സേദലവി സഖാഫി സുമയ്യ ദമ്പതികളുടെ മക്കളാണ്. രാജ്യമിന്ന് അന്തർദേശീയ ശിശുദിനം ആഘോഷിക്കുമ്പോഴും ആഘോഷമെന്തെന്നും കുറ്റകൃത്യങ്ങൾ എന്തെന്നും അറിയാതെ ക്രിമിനലുകൾക്കൊപ്പം തടവറകൾക്കുള്ളിൽ കഴിയുകയാണ് നിരപരാധികളും നിഷ്കളങ്കരുമായ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ. ബാലവേല ചെയ്തും യാചകരായും ഊരും പേരുമില്ലാതെ അധികാരികളുടെ കൺമുന്നിൽ തെരുവുകളിൽ അലയുന്നത് പതിനായിരക്കണക്കിന് ബാല്യങ്ങളാണ്. സ്വന്തം വീടിനുള്ളിൽ പോലും സുരക്ഷിതരല്ലാതെ പിതാവിൽ നിന്നും അയൽവാസികളിൽ നിന്നും അധ്യാപകരിൽ നിന്നുമെല്ലാമായി ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയായി കഴിയുന്നതാകട്ടെ ലക്ഷക്കണക്കിന് കുരുന്നുകളും. കുട്ടികളുടെ അവകാശങ്ങളും സംരക്ഷണവും ഓർമ്മിപ്പിച്ച് ശിശുദിനം ആഘോഷിക്കുന്ന ഈ വേളയിലും ഓരോ മണിക്കൂറിലും 10ൽ പരം കുട്ടികളാണ് രാജ്യത്ത് വിവിധ അതിക്രമങ്ങൾക്കിരയാകുന്നതെന്ന് സർക്കാർ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബാലാവകാശ നിയമവും വിദ്യാഭ്യാസ അവകാശ നിയമവും ഉൾപ്പെടെ ഒട്ടേറെ നിയമനിർമ്മാണങ്ങളും നിയന്ത്രണങ്ങളുമെല്ലാം ഉണ്ടായിട്ടും സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇനിയും ജനിച്ചു വീഴുന്ന കൊച്ചുകുട്ടികൾ പോലും സുരക്ഷിതരല്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നതായി വിവിധ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവയിൽ വേദനാജനകവും മനുഷ്യാവകാശ ലംഘനവുമായ പ്രധാന കാര്യങ്ങളിലൊന്നാണ് യാതൊരു കുറ്റവും ചെയ്യാതെ 1866 കുട്ടികൾ രാജ്യത്തെ വിവിധ ജയിലുകൾക്കുള്ളിൽ കഴിയുന്നു എന്നത്. കേരളത്തിലെ ജയിലുകളിൽ മാത്രം ഓരോ 5 സ്ത്രീകൾക്കുമൊപ്പം 6 കുട്ടികളുണ്ട്. ഇവർക്കു പുറമെ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ദുർഗുണ പരിഹാര പാഠശാലകളിലായും 954 കുട്ടികൾ കഴിയുന്നുണ്ട്. ഇതിൽ 125 ആൺകുട്ടികൾ മാത്രമാണ് കുറ്റം തെളിയിക്കപ്പെട്ടവർ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളിൽ കൂടുതലും പ്രതിസ്ഥാനത്തുള്ളത് ബന്ധുക്കളും അയൽക്കാരുമാണെന്നും അതിക്രമം നടക്കുന്നത് ഏറെയും കുട്ടികളുടെ വീടുകളിൽ വെച്ചാണെന്നും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പറയുന്നു. കഴിഞ്ഞ വർഷം രാജ്യത്ത് ബലാത്സംഗം ചെയ്യപ്പെട്ടത് 10,854 കുട്ടികൾ. തട്ടിക്കൊണ്ടുപോകപ്പെട്ടവരിൽ കണ്ടുകിട്ടാനുള്ളത് 75,453 കുട്ടികളാണ്. അസാധുവാക്കിയ നോട്ടുകൾ ഉപയോഗിക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ നീട്ടി. അവശ്യ സേവനങ്ങൾക്ക് നവംബർ 24 വരെ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ ഉപയോഗിക്കാം. 2000 രൂപയുടെ നോട്ടുകൾ 2 ദിവസത്തിനകം ATMകളിൽ ലഭ്യമാകുമെന്ന് സാമ്പത്തികകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസ് അറിയിച്ചു. ഗ്രാമീണ മേഖലയിൽ പണമെത്തിക്കുന്നതിനാണ് മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയപാതകളിൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ ടോൾ പിരിക്കില്ല. നോട്ടുകൾക്കായി നെട്ടോട്ടമോടുന്ന നാട്ടുകാരുടെ രോഷം തണുപ്പിക്കാൻ കൂടുതൽ ആശ്വാസ നടപടികളുമായി കേന്ദ്ര സർക്കാർ. സർക്കാർ ആശുപത്രികൾ, പെട്രോൾ പമ്പുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, സർക്കാർ ബസ്സുകൾ, എയർലൈനുകൾ, കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്റ്റോറുകൾ, മിൽക്ക് ബൂത്തുകൾ, ശ്മശാനങ്ങൾ എന്നിവിടങ്ങളിലാണ് 500ന്റെയും 1000ന്റെയും നോട്ടുകൾ ഈ മാസം 24 വരെ സ്വീകരിക്കുക. 2000 രൂപയുടെ നോട്ടുകൾ 2 ദിവസത്തിനകം ATMകളിൽ ലഭ്യമാക്കുമെന്നും ഈ നോട്ടുകൾ നിറയ്ക്കുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണെന്നും സാമ്പത്തികകാര്യ സെക്രട്ടറി ശക്തികാന്ത ദാസ് അറിയിച്ചു. ATM പ്രതിസന്ധി നീക്കാൻ പ്രത്യേക ദൌത്യസേനയെ നിയോഗിച്ചു. ഇടപാടുകാർക്ക് നൽകാനായി ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് കൂടുതൽ പണം അനുവദിക്കും. പണത്തിന്റെ ലഭ്യത കൂട്ടാൻ മൊബൈൽ ബാങ്കിംഗ്, മൈക്രോ ATM സംവിധാനങ്ങൾ വിപുലീകരിക്കും. പണം ആവശ്യത്തിന് ലഭ്യമാണെന്നും അത് വിതരണം ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരികയാണെന്നും ശക്തികാന്ത ദാസ് വ്യക്തമാക്കി.
പോസ്റ്റ് ഓഫീസുകൾക്ക് കൂടുതൽ പണം അനുവദിച്ചതായും സാമ്പത്തിക കാര്യ സെക്രട്ടറി അറിയിച്ചു. ബദൽ സംവിധാനങ്ങളൊന്നും പര്യാപ്തമല്ലാത്തതിനാൽ നോട്ട് പിൻവലിച്ചതിനെ തുടർന്നുള്ള പ്രതിസന്ധി സംസ്ഥാനത്ത് അതിരൂക്ഷമാവുകയാണ്. ഇന്നും ATM സൌകര്യങ്ങൾ പൂർണ്ണമായും ഇടപാടുകാരന് ലഭിച്ചില്ല. പൊതുവിപണികളിലെ നിശ്ചലാവസ്ഥ തുടരുകയാണ്. പണം മാറാൻ കഴിയാത്തതിനാൽ ചികിത്സയ്ക്കെത്തിയവരും വലഞ്ഞു. ഓരോ ദിവസം ചെല്ലുംതോറും പ്രതിസന്ധിയുടെ ആഴം കൂടുകയാണ്. ബാങ്കുകളോട് ചേർന്നുള്ള ATMകൾ മാത്രമാണ് ഭാഗികമായെങ്കിലും ഇന്നും പ്രവർത്തിക്കുന്നത്. വിപണിയിൽ നിന്ന് പിൻവലിച്ച മുഷിഞ്ഞ 100 രൂപ നോട്ടുകളാണ് ബാങ്കുകളുടെ കയ്യിൽ കൂടുതലും. ഇത് ATM മെഷീനിൽ നിക്ഷേപിക്കാൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ATM പ്രവർത്തിക്കാത്തതിന് കാരണമായി ബാങ്കുകൾ പറയുന്ന ന്യായമാണിത്. ബാങ്കുകളിലെ ക്യൂ പതിവിൽ നിന്ന് കൂടി. കടകൾ തുറന്നിട്ടെങ്കിലും ആവശ്യക്കാർ എത്തുന്നില്ല. ചികിത്സക്കെത്തിയവരാണ് ഏറ്റവും കൂടുതൽ വലയുന്നത്. ഈ സ്ഥിതി വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ബാങ്കുകൾ നൽകുന്ന മുന്നറിയിപ്പ്. പണം പിൻവലിക്കാനുള്ള നിയന്ത്രണത്തിൽ കുറച്ച് ഇളവുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് മാത്രമാണ് ചെറിയൊരു ആശ്വാസം. സംസ്ഥാനത്ത് നാളെ മുതൽ നടത്താനിരുന്ന കടയടപ്പ് സമരം പിൻവലിച്ചു. കടകളിൽ കറൻസി റെയ്ഡ് ഒഴിവാക്കാമെന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ നൽകിയ ഉറപ്പ് കണക്കിലെടുത്താണ് സമരം പിൻവലിച്ചത്. അതേസമയം അങ്ങനെയൊരു ഉറപ്പ് കൊടുത്തിട്ടില്ലെന്ന് കുമ്മനം പ്രതികരിച്ചു. ആദായനികുതി ഉദ്യോഗസ്ഥർ കടകളിൽ കയറി അസാധു നോട്ടുകൾ പിടിച്ചെടുക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കടയടപ്പ് സമരം പ്രഖ്യാപിച്ചത്. തൽക്കാലം ഇത്തരം റെയ്ഡുകൾ അവസാനിപ്പിക്കുമെന്ന് കുമ്മനം രാജശേഖരൻ ഫോണിൽ വിളിച്ച് ഉറപ്പ് നൽകിയതായി T. നസറുദ്ദീൻ പറഞ്ഞു. എന്നാൽ കുമ്മനം ഇത് നിഷേധിച്ചു. റെയ്ഡ് ഒഴിവാക്കാമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ കുമ്മനം സമരം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി സമ്മതിച്ചു. ഉറപ്പിനെ ചൊല്ലി അവ്യക്തത ഉണ്ടെങ്കിലും കടകൾ അടച്ചിടില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വീണ്ടും വ്യക്തമാക്കി. കള്ളപ്പണവും കള്ളനോട്ടും തടയുന്നതിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നോട്ട് അസാധുവാക്കൽ തീരുമാനത്തെ ചായക്കടക്കാരന്റെ ഭാഷയിൽ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഴയ 500,000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീരുമാനം കടുപ്പമുള്ള ചായ പോലെയാണെന്നാണ് മോദി വിശേഷിപ്പിച്ചത്. എന്റെ തീരുമാനം കടുപ്പമേറിയ ചായ പോലെയാണ്. ചായക്കടക്കാരനായിരുന്ന കാലത്ത് താൻ ശീലിച്ചതുപോലെ പാവപ്പെട്ടവർക്ക് കടുപ്പമേറിയ ചായയാണ് ഇഷ്ടം. പക്ഷേ പണക്കാർക്ക് ഇത് രുചിയുണ്ടാകില്ല, മോദി പറഞ്ഞു. തന്റെ തീരുമാനം കള്ളപ്പണക്കാരുടെ ഉറക്കം കെടുത്തിയെന്നും മോദി കൂട്ടിച്ചേർത്തു. നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപനത്തിന് ശേഷം പാവപ്പെട്ടവർക്ക് വലിയ സമാധാനമാണുണ്ടായത്. പക്ഷേ അന്നുമുതൽ ഉറക്കഗുളിക വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് കള്ളപ്പണക്കാർ. ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ റെയിൽവേ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ടുള്ള ചടങ്ങിനിടെയായിരുന്നു മോദിയുടെ പ്രതികരണം. രാജ്യത്തെ വഞ്ചിക്കുന്നവരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള ദൌത്യമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നും സഹകരിക്കണമെന്നും മോദി പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. നോട്ടുകൾക്കായി രാജ്യം നെട്ടോട്ടമോടുന്നതിനിടയിൽ 1000-ൽ പരം സമൂഹ യോഗാഭ്യാസങ്ങൾക്കാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ഒരുങ്ങുന്നത്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും സ്വകാര്യ സ്ഥാപനങ്ങളുമൊക്കെ സമൂഹ യോഗാഭ്യാസങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്ന ആയുഷ് മന്ത്രാലയത്തിന്റെ പ്രധാന പരിപാടി ചണ്ഡീഗഡിലാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇവിടെ യോഗാഭ്യാസത്തിന് നേതൃത്വം നൽകുക. അനധികൃത കുടിയേറ്റക്കാരെ ഉടൻ പുറത്താക്കുമെന്ന് ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകും. 30 ലക്ഷം അനധികൃത കുടിയേറ്റക്കാരെ ഉടൻ പുറത്താക്കുമെന്ന് US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഞായറാഴ്ച CBS ചാനൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചത്. ക്രിമിനലുകളും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുണ്ടാ സംഘത്തിലെ അംഗങ്ങളുമായ ആളുകളെ ഉടൻ പുറത്താക്കും. അവരെ നമ്മൾ നാടുകടത്തുകയോ തുറങ്കലിൽ അടക്കുകയോ ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ പ്രസ്താവന കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്തെ ഭിന്നത പ്രകടമാക്കി. കുടിയേറ്റക്കാരെ കൂട്ടമായി നാടുകടത്തുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുഖ്യ വിഷയമല്ല എന്ന് ഞായറാഴ്ച US കോൺഗ്രസ് സ്പീക്കറും റിപ്പബ്ലിക്കൻ നേതാവുമായ പോൾ റയാൻ CNN-നോട് പറഞ്ഞിരുന്നു. അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കുകയാണ് വേണ്ടതെന്നും കൂട്ടമായി നാടുകടത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കരുതെന്നും പറഞ്ഞ പോൾ റയാൻ അതേക്കുറിച്ച് ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ അഭിമുഖം CBS സംപ്രേഷണം ചെയ്തത്. അഭിമുഖത്തിൽ മെക്സിക്കൻ അതിർത്തിയിൽ കൂറ്റൻ മതിൽ പണിയുമെന്ന നിലപാടും അദ്ദേഹം ആവർത്തിച്ചു. ചില മേഖലകളിൽ മതിലുകൾക്ക് പകരം വേലികളായിരിക്കുമെന്ന് പറഞ്ഞ ട്രംപ് മതിലുകൾ നിർമ്മിക്കുന്നതിൽ താൻ വിദഗ്ധനാണെന്നും അവകാശപ്പെട്ടു. ഹംഗറി അഭയാർത്ഥികളുടെ പ്രവാഹം തടഞ്ഞത് അതിർത്തിയിൽ മതിൽ പണിതാണെന്ന് ട്രംപിന്റെ അടുപ്പക്കാരിൽ ഒരാളായ ന്യൂറ്റള ഗിംഗ്റിച്ച് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് KMAC ന്യൂസ്. സഹകരണ സംഘങ്ങൾക്ക് കള്ളനോട്ട് കണ്ടെത്താൻ മാർഗമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. നിക്ഷേപകരുടെ പണം നിലവിലെ റിസർവ് ബാങ്ക് മാനദണ്ഡപ്രകാരം ഡിസംബർ 31-നകം മാറ്റിയെടുക്കാനാകില്ലെന്ന് സഹകരണ ബാങ്കുകൾ കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിനും റിസർവ് ബാങ്കിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു.
ബാങ്കിലുള്ള നിക്ഷേപകരുടെ പണം എങ്ങനെ കള്ളപ്പണമാകുമെന്നാണ് സഹകരണ സംഘങ്ങളുടെ ചോദ്യം. കോടികളുടെ നിക്ഷേപമുള്ള സഹകരണ സംഘങ്ങൾക്ക് നിലവിൽ റിസർവ് ബാങ്കുകളുടെ കറൻസി കൈമാറ്റ മാനദണ്ഡമനുസരിച്ച് പഴയ നോട്ടുകൾ പൂർണ്ണമായി മാറ്റിയെടുക്കാനാകില്ല. കോടതിയെ സമീപിച്ച കല്ലാറ്റിങ്കര സർവീസ് സഹകരണ ബാങ്കിന് മാത്രം 168 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങൾ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുമെന്നും സംഘങ്ങൾ നിലപാടെടുത്തു. എന്നാൽ കള്ളനോട്ട് കണ്ടെത്താനുള്ള പരിചയസമ്പത്തും മാർഗങ്ങളുമില്ലാത്ത സഹകരണ സംഘങ്ങളെ എങ്ങനെ കറൻസി മാറ്റൽ പ്രക്രിയയുടെ ഭാഗമാക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ചോദ്യം. അങ്ങനെ ചെയ്താൽ അത് കള്ളപ്പണത്തിനെതിരായ നടപടികൾ അട്ടിമറിക്കപ്പെടാൻ കാരണമാക്കുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനും റിസർവ് ബാങ്കിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. അതേസമയം നിയമവിരുദ്ധമായ ഒരാവശ്യവും സഹകരണ ബാങ്കുകൾ ഇതുവരെ ഉന്നയിച്ചിട്ടില്ലെന്ന് തിരുവനന്തപുരത്ത് സഹകരണ വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. സഹകരണ മേഖല കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. കൃത്യമായ കണക്ക് പറയുന്നു, 30,000 കോടി രൂപയുടെ കള്ളപ്പണമുണ്ട്. അനാവശ്യമായ ഒരു വിവാദമുണ്ടാക്കി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ലക്ഷ്യം വെക്കുന്നത് ആരായാലും നല്ലത്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത്തരം ഇസ്ലാമിക വിരുദ്ധ നീക്കങ്ങളെ ശക്തമായി നേരിടുമെന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു. ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ തന്നെ വിവിധ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവരെപ്പോലും ഒന്നിപ്പിക്കാൻ സാധിക്കാത്തവരാണ് രാജ്യത്ത് ഏക നിയമം വേണമെന്ന് പറയുന്നത്. ഇത് രാജ്യത്തിന് ആപത്താണ്, അദ്ദേഹം പറഞ്ഞു. മംഗലാപുരം നെഹ്റു മൈതാനിയിൽ സുന്നി എഡ്യൂക്കേഷണൽ ബോർഡ് ക്രിസ്റ്റൽ ജൂബിലി സമ്മേളനത്തിൽ 10,000ങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂതന സിദ്ധാന്തക്കാരായ സലഫി ആശയക്കാരാണ് ഭീകരവാദം സൃഷ്ടിക്കുന്നത്. ഇത്തരക്കാർക്കെതിരെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാവണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഉള്ളാൾ ഖാദി സയ്യിദ് ഫضൽ കോയമ്മത്തങ്ങളുടെ അധ്യക്ഷതയിൽ ഉടുപ്പി ഖാദി ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. M ആലിക്കുഞ്ഞി മുസ്ലിയാർ ശിറിയ പ്രാർത്ഥന നടത്തി. കർണാടക മുൻ മുഖ്യമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായിരുന്നു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി, കർണാടക ആസൂത്രണ ബോർഡ് ചെയർമാൻ CM ഇബ്രാഹിം, മന്ത്രി UT ഖാദർ തുടങ്ങി പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. വർത്തമാന സാഹചര്യത്തിൽ പ്രവാസികൾ കാര്യബോധമുള്ളവരായി മാറണമെന്നും ഓരോ പ്രവാസിയും തനിക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെക്കുറിച്ചും നിർവഹിക്കേണ്ട ബാധ്യതകളെക്കുറിച്ചും എപ്പോഴും ബോധമുള്ളവരായിരിക്കണമെന്നും നോർക്ക കൺസൾട്ടന്റും പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവുമായ ശിഹാബുദ്ദീൻ കുട്ടുകാട് പറഞ്ഞു. പ്രകാശം ഈ പ്രവാസം എന്ന പ്രമേയത്തിൽ ICF നടത്തിവരുന്ന ക്യാമ്പയിന്റെ ജിദ്ദ സെന്റർ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രവാസി അവകാശ ചർച്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മലയാളം ന്യൂസ് സീനിയർ എഡിറ്റർ AM സജിത്ത് ഉദ്ഘാടനം ചെയ്തു. അറബ് ന്യൂസ് എഡിറ്റർ സിറാജ് വഹാബ് മുഖ്യാതിഥിയായിരുന്നു. മീഡിയ ഫോറം ചെയർമാൻ അബ്ദുറഹ്മാൻ വണ്ടൂർ, ബഷീർ എറണാകുളം എന്നിവർ സംസാരിച്ചു. രാവിലെ ICF സൌദി നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഹബീബുൽ ബുഖാരി തങ്ങൾ പതാക ഉയർത്തിയതോടെയാണ് സമാപന സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. ശേഷം നടന്ന പ്രതിനിധി സംഗമത്തിൽ സയ്യിദ് അമാനി അൽഖോബാർ, മുഹീദ്ദീൻ സൈദി കൊട്ടുക്കര എന്നിവർ പ്രസംഗിച്ചു. വൈകിട്ട് നടന്ന സമ്പൂർണ്ണ സമാപന സമ്മേളനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 45ഓളം യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ സംഗമിച്ചപ്പോൾ ജിദ്ദയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർക്കപ്പെട്ടു. സയ്യിദ് അമാനി ഉദ്ഘാടനം ചെയ്തു. മുഹീദ്ദീൻ സൈദി കൊട്ടുക്കര, ഷാഫി മുസ്ലിയാർ, ബഷീർ എറണാകുളം, മുഹമ്മദ് ഫാദിൽ നൂറാനി, അബ്ദുൽ നാസർ അൻവരി, അലി ബുഖാരി, മുസ്തഫ സായിദി, സുബൈർ സഖാഫി കോട്ടയം എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിൽ വെച്ച് 25 ലക്ഷം രൂപയുടെ സാന്ത്വന പ്രവർത്തന പദ്ധതികൾ സയ്യിദ് ഹബീബ് അൽ ബുഖാരി പ്രഖ്യാപിച്ചു. തുടർന്ന് വിവിധ വ്യക്തികൾക്കും യൂണിറ്റുകൾക്കുമുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്തു. അബ്ദുറഹ്മാൻ മൊല്ലാഹിരി സ്വാഗതവും സലീം മദനി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് വേദിയിൽ സംവിധാനിച്ച പ്രവാസി ഹെൽപ്പ് ഡെസ്ക് വഴി 500ഓളം നോർക്ക കാർഡിനുള്ള അപേക്ഷകൾ വിതരണം ചെയ്തു. ഡിസംബർ 25-ന് ഞായറാഴ്ച കോഴിക്കോട് നടക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം നാളെ വൈകുന്നേരം 4 മണിക്ക് മർക്കസിൽ നടക്കും. 2004 മുതൽ റബിയുൽ അവ്വലിൽ സംഘടിപ്പിച്ചുവരുന്ന മീലാദ് സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുക്കാറുള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രദ്ധേയരായ മുസ്ലിം പണ്ഡിതന്മാരും സർക്കാർ പ്രതിനിധികളും അതിഥികളായി വരുന്ന ഈ വർഷത്തെ മീലാദ് സമ്മേളനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നത്. സമ്മേളനത്തിന്റെ പ്രചാരണത്തിനും നടത്തിപ്പിനും വേണ്ടിയുള്ള വിവിധ കമ്മിറ്റികളുടെ രൂപീകരണം നാളെ നടക്കും. മലബാർ ഏരിയയിലെ മുസ്ലിം ജമാഅത്ത്, SYS, SSF സംഘടനാ നേതാക്കളും കോഴിക്കോട് ജില്ലയിലെ വിവിധ സോണുകളിലെ സുന്നി സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. സൌഹൃദ മന്ത്രമോദി മഞ്ചേരിയിൽ മാനവ സംഗമം. വിശദാംശങ്ങൾ റഫീഖ് നരിക്കുനി നൽകും.
സൗഹൃദം മലപ്പുറത്തിന്റെ മനസ്സ് എന്ന സന്ദേശത്തിൽ SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാനവ സംഗമം സമാപിച്ചു. മഞ്ചേരിയിൽ കച്ചേരിപ്പടിയിൽ സജ്ജമാക്കിയ പ്രത്യേക നഗരിയിൽ നടന്ന മാനവ സംഗമത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. വർഗീയതക്കും മതഭീകരതയ്ക്കും മലപ്പുറത്തെ വിട്ടുകൊടുക്കാതെ സൗഹൃദത്തെ കാക്കുമെന്ന് മാനവ സംഗമത്തിൽ പങ്കെടുത്ത പതിനായിരങ്ങൾ പ്രതിജ്ഞയെടുത്തു. വൈകിട്ട് 4 മണിക്ക് ഒരുമയുടെ കോറസ് എന്ന് പേരിട്ട കലാപരിപാടിയോടെയാണ് മാനവ സംഗമം ആരംഭിച്ചത്. പ്രമുഖ ഗായകൻ ആദിഷ് കൃഷ്ണയടക്കം ജില്ലയിലെ വിവിധ മതങ്ങളിലെ കലാകാരന്മാർ ഒന്നിച്ച് അണിനിരന്ന് സൗഹൃദ ഗാനങ്ങളും കവിതകളും ആലപിച്ച പരിപാടിയായിരുന്നു ഒരുമയുടെ കോറസ്. തുടർന്ന് മതസൗഹാർദ്ദത്തിന് കരുത്തു നൽകുന്ന ജില്ലയിലെ 10 പേരെ ആദരിച്ചു. ശേഷം നടന്ന സൗഹൃദ സമ്മേളനത്തിൽ സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയിൽ, സന്യാസ ധർമാചാര്യ സഭ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ധർമാനന്ദ സ്വാമികൾ എന്നിവർ സൗഹൃദ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ P. സുരേന്ദ്രൻ, സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, NM സ്വാദിഖ് സക്കാഫി, CP സയ്യിദലവി ചെങ്ങര, KM റഹീം സാഹിബ്, SSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ CK ഷക്കീർ അരിമ്പ്ര, ഉമർ ഓങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ മുമ്പത്തേക്കാൾ ഭീകരമായി വർഗീയ വേർതിരിവ് സൃഷ്ടിച്ച് ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നുണപ്രചരണത്തിലൂടെ ഫാസിസ്റ്റ് ശക്തികൾ ഇതിന് ജില്ലയിൽ മുമ്പത്തേക്കാൾ ഭീകരമായി വർഗീയ വേർതിരിവ് സൃഷ്ടിച്ച് ലാഭം കൊയ്യാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നുണപ്രചരണത്തിലൂടെ ഫാസിസ്റ്റ് ശക്തികൾ ഇതിന് ശ്രമം നടത്തുന്നുണ്ട്. IS പോലെയുള്ള ആഗോള ഭീകര സംഘടനകളും നാട്ടിൽ വേരുറയ്ക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. മലപ്പുറം നഗരത്തിൽ വരെ ബോംബ് സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിന്റെ സൗഹൃദാന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇത്തരം പ്രവണതകളെ മലപ്പുറത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്ന് മാനവ സംഗമത്തിൽ നേതാക്കൾ പറഞ്ഞു. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, മലപ്പുറം. മർക്കസ് സഖാഫത്തി സുന്നിയയ്ക്ക് കീഴിൽ തയ്യാറാക്കിയ 2017 കലണ്ടർ പ്രകാശനം നാളെ നടക്കും. മർക്കസിന്റെ വിവിധ സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും വിവരങ്ങൾ കലണ്ടറിലുണ്ട്. കേരളത്തിനു പുറത്തെ മർക്കസ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റും ചേർത്തിട്ടുണ്ട്. ഗൾഫിലേക്കും കേരളത്തിലേക്കും പ്രത്യേകം കലണ്ടറുകളാണ് സംവിധാനിച്ചിരിക്കുന്നത്. പ്രകാശന ചടങ്ങിൽ മർക്കസ് ഭാരവാഹികൾ പങ്കെടുക്കും. അവസാനമായി പ്രധാന വാർത്തകൾ. ഇന്ന് ശിശുദിനം. കുറ്റകൃത്യം എന്തെന്നറിയാതെ തടവറക്കുള്ളിൽ 1866 കുട്ടികൾ. 500,000 നോട്ടുകൾ ഉപയോഗിക്കാനുള്ള സമയപരിധി നീട്ടി. നോട്ടിനായുള്ള നെട്ടോട്ടം തുടരുകയാണ്. ഒപ്പം ദുരിതങ്ങളും. എന്റെ തീരുമാനം സ്ട്രോങ് ചായ പോലെ. പണക്കാരന് രുചിയുണ്ടാകില്ല, പാവപ്പെട്ടവന് ഇഷ്ടപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് നാളെ മുതൽ നടത്താനിരുന്ന കടയടപ്പ് സമരം പിൻവലിച്ചതായി T. നസറുദ്ദീൻ. സഹകരണ സംഘങ്ങൾക്ക് കള്ളനോട്ട് കണ്ടെത്താൻ മാർഗമില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. നോട്ടിനായി നെട്ടോട്ടമോടുന്നതിനിടയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം നാളെ യോഗാ ദിനം ആചരിക്കുന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnyonlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.